തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15-കാരനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മെയ് 6-ന് വിധി പറയും. പൂവച്ചൽ സ്വദേശി ആദിശേഖരനെയാണ് ബന്ധുവായ പ്രിയരഞ്ജൻ മനഃപൂർവ്വം കാർ കയറ്റി കൊലപ്പെടുത്തിയത്. വഞ്ചിയൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത്. കാട്ടാക്കടയിൽ 15 വയസ്സുകാരൻ ആദിശേഖരനെ മനഃപൂർവ്വം കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മെയ് 6-ന് വഞ്ചിയൂർ 6-ാം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. കേസിന്റെ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് വിധി പറയുന്നത്. കുട്ടിയുടെ അകന്ന ബന്ധു കൂടിയായ പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ പ്രതി. 2023 ഓഗസ്റ്റ് 30-ന് ആദിശേഖരനെ പ്രതി കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പൂവച്ചൽ പുളിങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിന്റെ മതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സൈക്കിളിൽ മടങ്ങാനൊരുങ്ങിയ ആദിശേഖരന്റെ ശരീരത്തിലൂടെ പ്രതി കാർ കയറ്റി ഇറക്കുകയായിരുന്നു. കാർ അബദ്ധത്തിൽ മുന്നോട്ട് നീങ്ങി കുട്ടിയെ ഇടിച്ചതാണെന്നായിരുന്നു പ്രതിയുടെ വാദമെങ്കിലും CCTV ദൃശ്യങ്ങളും ദൃക്സാക്ഷി മൊഴിയും നടന്നത് കൊലപാതകം എന്ന് തെളിയിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം പൂർത്തിയാക്കി. തുടർന്ന് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ പൂർത്തിയാക്കി. കേസിൽ വിധി പറയുമ്പോൾ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.